എൻ്റെ ഗ്രൂപ്പിലെ മെമ്പറായ ആൻമേരി 2 ഡൗട്ട് ചോദിച്ചു. അപ്പോൾ ആ ഡൗട്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ആദ്യം കേട്ട് നോക്കുക. അതിനുശേഷം ഞാൻ ഉത്തരം പറയും. ഹായ്, എൻ്റെ ചാനലിൻ്റെ പേര് ജോമി ആൻഡ് അൺല്യൂട്ട് എന്നാണ്. അപ്പോൾ സാറ് പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ തംബ്നെയിൽസിൽ ഒരു വ്യത്യാസം വെച്ചിട്ട് ഒരു ഡിസൈനൊക്കെ വെച്ച് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തപ്പോൾ വീഡിയോസിന് കുറച്ചും കൂടി വ്യൂസ് കൂടിയിട്ടുണ്ട്. പക്ഷേ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ വെച്ച് അത് അവിടെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, എൻ്റെ വ്യൂസ് കൂടുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും? പിന്നെ എൻ്റെ പഴയ വ്യൂസ് കുറഞ്ഞ വീഡിയോസിന് എനിക്ക് ഇപ്പം എൻ്റെ തംബ്നെയിൽസ് ചേഞ്ച് ആക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റീച്ച് കൂടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കുമോ അല്ലേ? അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ, ഇതാണ് സംശയങ്ങൾ. ആദ്യത്തെ സംശയം, നമ്മൾ ചാനലിലെ ഒരു വീഡിയോയുടെ തമ്പനയിൽ മാറ്റിയാൽ അത് കുറേ കഴിയുമ്പോൾ സ്റ്റക്കാവുന്നു എന്നുള്ളതും, പഴയ വീഡിയോസിൻ്റെ തമ്പനയിൽ മാറ്റാൻ പറ്റുമോ എന്നുള്ളതാണ് പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഡൗട്ട്സിൻ്റെ കാര്യങ്ങൾ പറയാം. അതിനു മുന്നേ എനിക്ക് പറയാനുള്ളത്, പുതിയതായി വന്ന ആളുകൾ പലരും ചോദിക്കുന്നത് ചാനൽ സെറ്റിങ്സ് മാറ്റി തരുമോ, അതിൻ്റെ സംഭവങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, പല പല ഡൗട്ട്സ് ഉണ്ട്. ഇപ്പോൾ സെറ്റിങ്സൊക്കെ മാറ്റാൻ നമ്മൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫീസും വാങ്ങാറുണ്ട്. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കി ചെയ്യാവുന്ന രൂപത്തിൽ ഞാൻ ചെറിയൊരു കോഴ്സാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. നിങ്ങളത് പർച്ചേസ് ചെയ്യണം. 99 രൂപയോട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ വോയിസ് ഓവറിൻ്റെ മറ്റൊരു ക്ലാസ് കൂടി ഉണ്ട്. അതിൽ ഏതൊക്കെ ടൂൾ ഉപയോഗിക്കണം, AI എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ ഡീറ്റെയിൽസാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗട്ടിലേക്ക് വരാം. ഡൗട്ട് എന്ന് പറയുന്നത്, ആദ്യത്തെ ഡൗട്ട് എന്തുകൊണ്ട് സ്റ്റക്കാവുന്നു എന്നുള്ളത്. ഈ സ്റ്റക്കാവുന്നതിന് പ്രധാന കാരണം എല്ലാ വീഡിയോസും, അതായത് ഇപ്പോൾ തമ്പനയിൽ മാറ്റിക്കൊള്ളട്ടെ മാറ്റാതിരിക്കട്ടെ, എങ്ങനെയായാലും നിങ്ങൾ വീഡിയോസ് കുറേ കഴിഞ്ഞിട്ട് സ്റ്റക്കാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം യൂസർ ഇൻട്രാക്ഷൻ കുറയുന്നതുകൊണ്ടാണ്. അതായത് ഈ വീഡിയോ കാണുന്ന ആളുകളിൽ നിന്നുള്ള ലൈക്സ്, കമൻറ്റ്സ് പോലെയുള്ള സംഭവങ്ങൾ കുറഞ്ഞ് വരുമ്പോഴാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് വന്ന് അത് സ്റ്റക്കാവുന്നത്. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന ഒരു പുഷാണ് ആദ്യം പോകുന്ന ആ വ്യൂസ്. പിന്നെ ആളുകൾ എങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് വ്യൂസ് വരുന്നത്. ഇതെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം. രണ്ടാമത്തെ കാര്യം, നമ്മളത് തമ്പനയിൽ മാറ്റാൻ പറ്റുമെന്നുള്ളത്. തമ്പനയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. പഴയ വീഡിയോസിന് തമ്പനയൊക്കെ ചേഞ്ച് ചെയ്താൽ ചിലതൊക്കെ നല്ല രീതിയിൽ കയറിപ്പോവും. പക്ഷേ ഏത് തരത്തിലുള്ള വീഡിയോസിനാണ് നമ്മൾ തമ്പനയിൽ ചേഞ്ച് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തമ്പനയിൽ ചേഞ്ച് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്യണമല്ലോ വീഡിയോസ്. അപ്പോൾ എങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, പഴയ വീഡിയോസ് ഏത് വീഡിയോ സെലക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ചെയ്യേണ്ടത്, നേരെ യൂട്യൂബ് സ്റ്റുഡിയോ, YT സ്റ്റുഡിയോയിൽ വരാം. YT സ്റ്റുഡിയോയിൽ വന്നിട്ട് ഇവിടെ അനലറ്റിക്സ് എടുക്കുക. ഈ അനലറ്റിക്സിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിയൽ ടൈം വ്യൂസ് കിട്ടും. ഈ റിയൽ ടൈമിൽ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ ടോപ്പിൽ മുകളിൽ വീഡിയോസ് മാത്രം എടുക്കുക. എന്നിട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് 19 ഒക്കെ വന്നിട്ടുണ്ട്. അത് ഈ കുറഞ്ഞ വീഡിയോസിൻ്റെ തമ്പനെയിൽസ് വേണം നമുക്ക് ചേഞ്ച് ചെയ്യാം. കാരണം ഇപ്പോഴും ആൾക്കാർ കാണുന്നുണ്ട്. അതിൽ ചെറിയ ഒരു ചേഞ്ചസ് വരുത്തിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പുഷായിട്ട് മുന്നോട്ട് വരും. പക്ഷേ ഇത് നിർബന്ധമായിട്ട് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഈ ഒരു രീതിയിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. കാരണം നിലവിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അത് അത്യാവശ്യം വ്യൂസ് കുറഞ്ഞിട്ടുള്ള വീഡിയോസിൻ്റെ തമ്പനെയിൽസ് ഒന്ന് മാറ്റി ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് പഴയ നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ചെയ്യാം. പക്ഷേ നിങ്ങൾ പഴയ വീഡിയോസിൻ്റെ തമ്പനെയിൽ ചേഞ്ച് ചെയ്ത ഒരു കാര്യം കൂടി ചെയ്യണം. ആ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പിന്നെ വ്യൂസ് വരാൻ തുടങ്ങും. നിങ്ങൾ ചെയ്യേണ്ടത്, യൂട്യൂബ് സ്റ്റുഡിയോ, YT സ്റ്റുഡിയോ എന്ത് ചെയ്യുക, ബ്രൗസറിലെടുക്കുക. ബ്രൗസറിലെടുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ വീഡിയോസ് എടുക്കുക. സൈഡിലുണ്ടാകും രണ്ടാമത്തത് വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഉണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോസിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുക, ഓപ്പൺ ആക്കുക. ആ വീഡിയോസ് ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ താഴെ കാണാം, നിങ്ങൾക്ക് ഇവിടെ എൻഡ് സ്ക്രീൻ കാണാം. ഈ എൻഡ് സ്ക്രീൻ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ എൻഡ് സ്ക്രീനിൽ നിങ്ങൾ ഇതുപോലെ 2 വീഡിയോസൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്ലേ ലിസ്റ്റൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഴയ വീഡിയോസ്, ഇപ്പോൾ തമ്പനയിൽ മാറ്റിയ വീഡിയോസ് ഇല്ലേ, ആ വീഡിയോസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ പഴയ വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. ഇത് പ്ലേ ലിസ്റ്റാണ്. പ്ലേ ലിസ്റ്റ് വേണം നമുക്ക് കൊടുക്കുക, അല്ലെങ്കിൽ കളയാം. നമ്മൾ സൗകര്യപ്രകാരം എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം. അവിടെ സബ്സ്ക്രൈബ് ബട്ടൺ വെക്കുക, അപ്പോൾ കൂടുതൽ സബ് വരും. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. അപ്പം സബ്സ്ക്രൈബ് ബട്ടൺ ആണെങ്കിൽ ഇത് കണ്ടോ, മൂന്നാമത്തത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇതുപോലെ വരും. ഇതിവിടെ വെച്ച് കഴിഞ്ഞാൽ സബ് വരും. അപ്പോൾ 2 വീഡിയോസ് വെക്കാം. ഇതിൽ കുറേ ഫോർമാറ്റ് ഉണ്ട്, ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പിന്നെ ഈ തമ്പനയിൽ മാറ്റിയതോടുകൂടെ ഈ വീഡിയോ ആളുകൾ പുതിയ വീഡിയോനെപ്പുറം കാണും. അപ്പോൾ കുറച്ചുകൂടി ക്ലിക്ക് വന്നിട്ട് ആ വീഡിയോസ് കൂടി ബൂസ്റ്റായിട്ട് വരും. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്കുക. തമ്പനയിൽ മാറ്റുന്നതിന് കുഴപ്പമൊന്നുമില്ല. തമ്പനയിൽ നിങ്ങൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് 1-2 മണിക്കൂറിന് ശേഷം മാറ്റിയാലും കുഴപ്പമൊന്നുമില്ല. CTR നോക്കിയിട്ട് മാറ്റാം. CTR നോക്കിയിട്ട് മാറ്റാം. എത്രയാണ് നിങ്ങൾക്ക് CTR വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് മാറ്റാം.
അപ്പോൾ CTR എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. CTR എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോസിന് എത്ര ക്ലിക്ക് വന്നു എന്നുള്ളതാണ് CTR. ഇപ്പോൾ ഇവിടെ 6.9 വന്നിട്ടുള്ളത്. ഇതുപോലെ 10 വരെയൊക്കെ വരണം. പക്ഷേ ചില ടോപ്പിക്ക് എന്താ പറയുക, ഇപ്പോൾ ഞാനിടുന്ന ടോപ്പിക്കൊക്കെ യൂട്യൂബേഴ്സ് മാത്രമല്ലേ കാണുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ CTR ചില സമയത്ത് കുറവായിരിക്കും. വൈഡ് ഓഡിയൻസിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കുറവായിരിക്കും. പക്ഷേ നോർമലി ഒരു 9 to 10 ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ചാനൽ നന്നായിട്ട് വ്യൂസ് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്നിട്ട് തമ്പനെയിൽസൊക്കെ മാറ്റിയിട്ട് വീഡിയോസ് തമ്പനെയിൽ മാറ്റിക്കൊണ്ടിരിക്കുക. തമ്പനെയിൽ തീരെ ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് അയച്ചാൽ അതിൻ്റെ കോഴ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാണ് തമ്പനെയിൽ ചെയ്യേണ്ടത് പഠിക്കാം. അതിൻ്റെ ഗ്രൂപ്പും ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തമ്പനെയിൽ പഠിക്കാം. ഗ്രൂപ്പ് ഞാൻ വേണം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ തമ്പനെയിൽ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഇതുപോലെ തമ്പനെയിൽസിന് ഡിസൈൻ ഓരോരോ ആൾക്കാർ പോസ്റ്റ് ചെയ്തിടും. എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിക്കും, നമ്മളത് ക്ലിയർ ചെയ്യും. അങ്ങനെ ചെയ്തിട്ടാണ് എല്ലാവരും പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് രീതിയിലുള്ള വീഡിയോസിൻ്റെ തമ്പനെയിൽസാണ് നമുക്ക് മാറ്റാൻ നല്ലത് എന്നും, അതുപോലെ തന്നെ ഈ തമ്പനെയിൽ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ആദ്യം ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്, പിന്നെ ഈ സ്റ്റക്കാവുന്നതിൻ്റെ സൊല്യൂഷൻ പറഞ്ഞുതരാമെന്നുള്ളത്. സ്റ്റക്കാവുന്നതിനുള്ള സൊല്യൂഷൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഇൻട്രാക്റ്റീവായിട്ട് യൂസേഴ്സിനെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ വ്യൂവേഴ്സിനെ കൊണ്ട് എന്ത് ചെയ്യുക, ഇൻട്രാക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെയുള്ള ഇൻട്രാക്റ്റീവായിട്ട് പോകുന്ന സമയത്താണ് കൂടുതൽ ആളുകൾ പ്രതികരിക്കുകയും നമ്മൾ വീഡിയോ സ്റ്റക്കാവാതെ തന്നെ അത്യാവശ്യം നല്ല റീച്ചിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുക. ഈ ഒരു സംഭവം കുറയുമ്പോഴാണ് പൊതുവേ നമുക്ക് പിന്നെ വ്യൂസ് ഡൗൺ ആയിട്ട് അവസാനം അതൊന്ന് സ്റ്റക്കായി അവിടെ ഫ്രീസായി കിടക്കുന്നത്. അങ്ങനെ ഫ്രീസായി കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം പിന്നെ പറഞ്ഞ പോലെ തമ്പനെയിൽസൊക്കെ ചേഞ്ച് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2 ചോദ്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറഞ്ഞത്. നിങ്ങൾക്കും ചോദ്യം ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതുപോലെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഈ രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. കാരണം നിങ്ങൾ ചോദ്യങ്ങൾ അയച്ചുതരാം, ഞാൻ അതിനുള്ള മറുപടി തരാം. 1-2 ആൾക്കാർ അയച്ചോ ഉൾക്കൊള്ളിക്കാവുന്ന അത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളും കൊള്ളിക്കാൻ നിങ്ങളുടെ ചാനലിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ തന്നാൽ മതി. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ചാനലിൽ വ്യൂസ് വരുന്നതനുസരിച്ച് നിങ്ങളുടെ ചാനലും പലരും കയറി നോക്കാം. അപ്പോൾ നിങ്ങളും വളരട്ടെ, എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കും വളരാലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ സബ് ചെയ്ത് വെക്കുക.